ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്ന്. എന്റെ വീട്ടുകാരാണെങ്കിൽ നീ എന്ത് വേണമെങ്കിലും എടുത്തോ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊരു മൈൻഡ് സെറ്റ്. എന്റെ ഒരു പ്രശ്നം, ഞാൻ എന്ത് ചെയ്താലും 10 പേരോട് അഭിപ്രായം ചോദിക്കും. എന്റെ ഒരു നിർഭാഗ്യത്തിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+. ആരും എന്നോട് പറഞ്ഞു, എന്നെ പഠിപ്പിച്ച സാറന്മാർ ഉൾപ്പെടെ എന്നോട് പറഞ്ഞു, ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി എന്തിന് ഹ്യൂമാനിറ്റീസ് എടുക്കണം, സയൻസ് എടുക്കൂ, അതിലാണ് എന്റെ ഭാവി. അങ്ങനെ ഞാൻ സയൻസ് എടുത്തു ഗൈസ്. സോ +2 സയൻസ് പഠിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തൊക്കെ വന്നാലും ഈ സയൻസ് ഞാൻ പഠിക്കില്ല. +2 കഴിഞ്ഞ ഉടനെ ഏതൊരു ആർട്സ് കോളേജിൽ പോയി ഹിസ്റ്ററി തന്നെ എടുക്കുക. +2 കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാത്തിനും അപ്ലൈ ചെയ്തു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ, അതേപോലെ നേഴ്സിംഗ്, പിന്നെ എന്ന് വേണ്ട ഡിഗ്രി എല്ലാം ഇതായിരുന്നു. എനിക്ക് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ആർട്സ് കോളേജിൽ പോകുന്നു, അടിച്ച് പൊളിക്കുന്നു, എന്തൊക്കെയായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പം എനിക്ക് ഫുൾ A+ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ഞാൻ സ്കൂൾ ടോപ്പ്. എല്ലാവരും ചോദിച്ചു, നീ ഡിഗ്രിയൊക്കെ 4 വർഷം എടുത്തിട്ട് എത്ര പേര് ജോലിയില്ലാതെ നടക്കുന്നു, നീയും ജോലിയില്ലാതെ തിരിഞ്ഞ് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വീണ്ടും എഞ്ചിനീയറിംഗ് എന്ന ചിന്തയിൽ ഇതിന് വരാൻ നേരത്തെ എന്നോട് എല്ലാവരും പറഞ്ഞു, എഞ്ചിനീയറിംഗ് എടുത്ത ഉടനെ ജോലി ഉറപ്പാ, പഠിച്ചിറങ്ങുന്ന പറഞ്ഞ ജോലിയോടുകൂടി ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ പ്ലാനിങ്ങോടെ എഞ്ചിനീയറിംഗ് വന്നപ്പോൾ ഞാൻ തകർന്നു പോയി. സ്ഥലത്ത് സത്യാവസ്ഥകൾ അറിഞ്ഞപ്പോൾ നല്ല കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്. പിന്നെ ജോലി കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ട്, അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് ഇപ്പൊ AI ഉണ്ട്, അതുകൊണ്ട് AI നല്ലപോലെ ഉപയോഗിക്കാൻ പഠിക്കണം. ഇനിയിപ്പോ ബിടെക് കഴിഞ്ഞിട്ട് നോക്കാൻ എന്താ